ഒരു വാട്ടയീറ്റിനിടെ ആയാലോ. രാവിലെ തന്നെ അമ്പലത്തിൽ പോയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് കഞ്ഞിയിൽ ഇച്ചിരി ഉപ്പും തൈരും ചേർത്ത് വൻപയർ ഉപ്പേരിയും പപ്പടവും ചേർത്ത് കഴിച്ചു. രാവിലെ തന്നെ അമ്പലത്തിൽ പോയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അമ്മൂന്ന് പറഞ്ഞ അമ്മ കഞ്ഞി കൊണ്ടു തന്നെ. പക്ഷേ വേറെ എന്തും കഴിക്കുന്നതിനേക്കാൾ ഒരു സന്തോഷത്തോടെയാണ് ഞാൻ കഞ്ഞി കുടിച്ച് തീർത്തത്. പിന്നെ അതുകൊണ്ട് മതിയാക്കിയില്ല, ഞാനൊരു പപ്പടം എടുത്ത് കഴിച്ചു. കുറേ കാലമായി ഇതൊക്കെ കഴിച്ചിട്ട്. പിന്നെ അമ്പലത്തിൽ പോയി വന്നിട്ട് അമ്മയുടെ നൈറ്റ് ഇടുന്നതിൻ്റെ സുഖം അതൊന്നും വേറെ തന്നെയാണേ. ഇന്നെന്തോ നല്ല വിശപ്പായിരുന്നു. പിന്നെ അടുത്ത കൈ കിട്ടിയത് ഒരു ബിങ്കോ ആയിരുന്നു. കഴിച്ച് തീർന്നതിന് ശേഷം വീഡിയോ എടുക്കണ്ടേന്ന് ആലോചിച്ച് പിന്നെ ആ കവറും തപ്പിപ്പിടിച്ചെടുത്ത്. ഉച്ചയായപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന റൈസും പപ്പടവും സാലഡും പിന്നെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് സോയാബീൻ ഫ്രൈയും കൂട്ടി കഴിച്ചായിരുന്നേ. വൈകിട്ട് ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയായിരുന്നു. അവിടെ പോയി വന്നപ്പോൾ എൻ്റെ അച്ഛൻ പഴയ ഒരു കടലമിഠായി വാങ്ങിച്ചു. പഴയ കടലമിഠായി അല്ല, അത് കണ്ടപ്പോൾ എനിക്ക് പഴയ ഓർമ്മ വന്നു. പിന്നെ അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ചു. പോണ വഴിക്ക് പാനിപ്പൂരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരാഗ്രഹം, അങ്ങനെ അതും വാങ്ങിച്ചു. അച്ഛൻ കഴിക്കത്തില്ല, അപ്പോൾ ഞാനും അമ്മയും കൂടി പാനിപ്പൂരി എല്ലാം കഴിച്ച് പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം വീണ്ടും ഉച്ചത്തെ സാധനം തന്നെയായിരുന്നു, റൈസും സാലഡും. നൈറ്റ് സോയ വറുത്തപ്പോൾ എൻ്റെ ഒടുക്കത്തെ തിരക്ക് കൊണ്ടായിരിക്കണം അത് ഇച്ചിരി കരിഞ്ഞും പോയി. പിന്നെ അതൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ അമ്മ മാങ്ങ കൊണ്ടു തന്നു. നല്ലതാ അമ്മു, നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ വാങ്ങി തന്നാണേ. പറഞ്ഞ പോലെ തന്നെ നല്ലതായിരുന്നു. പിന്നെ അതിൻ്റെ റിവ്യൂ പറച്ചിലായിരുന്നു. നല്ല മധുരവും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒടുക്കത്തെ ഷോ കാരണം ആ കഷ്ണങ്ങൾ താഴെ പോയി. ശുഭം.